ചെവന്യൂൾസ് എന്നാൽ ചവനപ്രാശം ഗ്രന്യൂൾ രൂപത്തിൽ. ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോർമുലയാണ്. അപ്പോൾ ചെവന്യൂൾസിനെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജന ദേവി. കോട്ടകൽ ആര്യവൈദ്യശാല ചവനപ്രാശം ഒരു മദർ ഫോർമുലയായിട്ട് എടുത്തിട്ട് അതിൽ നിന്നും ഡെറൈവ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അതിലൊന്നാണ് ചെവന്യൂൾസ്. മറ്റു പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സി ഹെൽത്ത് ഗ്രന്യൂൾസ്, സി ഹെൽത്ത് ഷുഗർ ഫ്രീ ഗ്രന്യൂൾസ്, സി ഹെൽത്ത് ഫോർട്ട് എന്നിവയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ചെവന്യൂൾസിനെ പറ്റി കൂടുതൽ അറിയാം. ഇപ്പൊ നമ്മൾക്ക് പ്രായമേറുമ്പോൾ വളരെയധികം ടെൻഷൻ ഉണ്ടാവാറുണ്ട് പലർക്കും. അതായത് നമ്മുടെ യൗവനം നഷ്ടപ്പെടുകയാണല്ലോ, ചുളിവുകൾ വീഴുകയാണല്ലോ, നരകൾ വീഴുകയാണല്ലോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടാവാം. അപ്പൊ നമ്മുടെ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു സീക്രട്ട് പറയാം. ദിവസവും ചവനപ്രാശം കഴിച്ചാൽ മതി. ഇതൊരു തമാശയല്ല. ചവനപ്രാശത്തിലെ മരുന്നുകൾ അത്തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചവനപ്രാശത്തില് 47 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ 40-ലേറെയും ആയുർവേദ മരുന്നുകളാണ്. ചെവന്യൂൾസിൽ ഈ ആയുർവേദ മരുന്നുകളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിലില്ലാത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഒന്ന് നെയ്യ്, രണ്ടാമത്തേത് തൈലം, മൂന്നാമത്തേത് തേന്. ചവനപ്രാശത്തിന്റെ ഏകദേശം ഗുണങ്ങളുള്ള അതുപോലെ തന്നെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ എന്നും കോട്ടക്കൽ ആര്യവൈദ്യശാല വിചാരിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ 2 ഡിപ്പാർട്ട്മെന്റുകളായ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും കൂടെ സംയുക്തമായി ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫോർമുലേഷനാണ് നമ്മുടെ ചെവന്യൂൾസ്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഫാറ്റ് ഫ്രീ ആണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പൊതുവെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ശ്ലോകരൂപേണയാണ്, സംസ്കൃത ശ്ലോകരൂപേണയാണ്. അപ്പോൾ ചവനപ്രാശത്തെ പറ്റി വലിയൊരു ശ്ലോകമുണ്ട്. അതിൽ ഒരു വരി ശരിക്കും നമ്മളെ അട്രാക്ട് ചെയ്യുന്നതാണ്. ജരാ ജർജരിതോ അഭിയാസീൻ നാരീ നയനന്ദനഃ. അതായത് ജരയും നരയും ഒക്കെ ബാധിച്ചിരിക്കുന്ന ആള് പോലും സ്ഥിരമായിട്ട് ചവനപ്രാശം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൗവനം തിരിച്ചു ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? യൗവനയുക്തരായ സ്ത്രീകൾ പോലും അയാളാൽ ആകൃഷ്ടരാകും എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ചവനപ്രാശത്തിൽ നിന്നും ഡിറൈവ് ചെയ്ത് എടുത്തതാണ് നമ്മുടെ ചെവന്യൂൾസ്. ഇനിയും ആരൊക്കെയാണ് ചെവന്യൂൾസ് ഉപയോഗിക്കേണ്ടത്? അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെവന്യൂൾസ് വളരെയധികം ആവശ്യമാണ്. അപ്പൊ ചെവന്യൂൾസിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആമലകയാണ്, അതായത് നമ്മുടെ നെല്ലിക്കയാണ്. അപ്പൊ ഈ നെല്ലിക്ക നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്ക് വളരെ നല്ലതാണ്. മെമ്മറിക്ക്, അതായത് ഓർമ്മശക്തി നിലനിർത്താൻ വളരെ നല്ലതാണ്. നല്ലൊരു ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നെല്ലിക്കയ്ക്ക്. അതുപോലെ തന്നെ ഇതിൽ അശ്വഗന്ധ അടങ്ങിയിട്ടുണ്ട്, അതായത് നമ്മുടെ അമുക്കുരം ഇതേപോലെ തന്നെ നമ്മുടെ ഓജസ് വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ മറ്റ് മരുന്നുകളായ അടപതിയൻ കിഴങ്ങ്, ദ്രാക്ഷ, അതായത് മുന്തിരി, ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഹെൽത്തിന് വളരെ ഗുണപ്രദമാണ് ഈ പറഞ്ഞ മരുന്നുകളെല്ലാം. അതുപോലെ ഇപ്പോൾ നമ്മുടെ ദഹനത്തിന് വളരെ ഉപകാരപ്രദമായ പിപ്പലി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ദഹനം മാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരല്ലോ, കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ അത് ആഗീകരണം ചെയ്യണ്ടേ, അതിനും കൂടെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മരുന്നുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ഉള്ളിലത്തെ ഇന്റേണൽ ഓർഗൻസിന്റെ കൂടി ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ പറഞ്ഞ മരുന്നുകൾ എല്ലാം. ഇനിയും അസുഖങ്ങൾ കൊണ്ട് ക്ഷീണിച്ചവര്, അതായത് നമുക്ക് ഈയിടെയായിട്ട് ഒരു പനി വന്നു, അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ പനിയും ആ ഇൻഫെക്ഷനും ഒക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ശരീരം തിരിച്ച് പഴയ മാതിരി ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേഗം ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമാണ് നമ്മുടെ ചെവന്യൂൾസ്. ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മരുന്നുകളായ ഈ പറഞ്ഞ പോലെ ദശമൂലം, ചിറ്റമൃത്, ആടലോടകം, ഇതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ അസുഖങ്ങൾ പൂർണ്ണമായും മാറാനും ആരോഗ്യം തിരിച്ചു വരാനും പുതിയ അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ചെവന്യൂൾസ്. നേരത്തെ പറഞ്ഞ കണ്ടന്റ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നത്, പ്രത്യേകിച്ച് ബുദ്ധി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഓർമ്മശക്തി നിലനിർത്താൻ നല്ലതാണ്. അങ്ങനെ ടോട്ടലി കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഇത് ചവനപ്രാശത്തിന്റെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ ഇതിലും ഉള്ളത്. ഇനി വയസ്സായ ആൾക്കാർക്കാണെങ്കിലും
ഇതുപോലെ ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്നുള്ള നിലയ്ക്കും ചവന്യൂൾസ് കഴിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ന്യൂട്രിയന്റ് ബാലൻസിങ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നല്ലതാണ് ചവന്യൂൾസ്. പോരാത്തതിന് ഇത് ഫാറ്റ് ഫ്രീ കൂടെയാണ്. ഇപ്പോൾ ഫാറ്റ് ഫ്രീ ഡയറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അധികം ഫാറ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരും അതുപോലെ തന്നെ ഡയറ്റിങ്ങിലുള്ള ആൾക്കാർക്കും ഒക്കെ ഏറ്റവും നല്ലൊരു ന്യൂട്രിയൻ സപ്ലിമെന്റ് കൂടെയാണ് ചവന്യൂൾസ്. അപ്പൊ ചവനപ്രാശം കഴിച്ചതിന് മീതെ 1 ഗ്ലാസ് പാല് കുടിക്കണം എന്നാണ് വിധി. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. പാല് ഇതില് ചവന്യൂൾസിൽ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, മിൽക്ക് പൗഡർ എന്ന രൂപത്തിൽ. സോ നമ്മൾ ഈ പാലിൽ കലക്കണമെന്ന് നിർബന്ധമില്ല. കലക്കേണ്ടവർക്ക് വേണമെങ്കിൽ കലക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് ഗ്രാന്യൂൾ രൂപത്തിലായതുകൊണ്ട് മുഴുവനായിട്ടും ഡിസോൾവ് ചെയ്യണമെന്നില്ല. കുറച്ച് തരികൾ എന്തായാലും ബാക്കിയുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഗുണത്തിനൊന്നും ഒരു വ്യത്യാസം വരാൻ പോണില്ല. ബാക്കിയുള്ള ഭാഗം നമുക്ക് ചവച്ചിറക്കിയാലും മതി. മുതിർന്നവർക്കാണെങ്കിൽ 10 ഗ്രാം ധാരാളം മതിയാവും. കുട്ടികൾക്ക് 5 ഗ്രാം ഡെയിലി ധാരാളം മതിയാകും. ചവന്യൂൾസ് എല്ലാ ആര്യവൈദ്യശാലയുടെ ബ്രാഞ്ചുകളിലും ഏജൻസികളിലും ലഭ്യമാണ്. ഇനി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ shop.aryavaidyashala.com നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുവരെയുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നിടം വരെ നമസ്കാരം.